ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കി. ജീവനക്കാരികൾ 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 68 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ആഭരണക്കടയിലെ QR കോഡ് മാറ്റിവെച്ച് ഇവർ 30 ലക്ഷത്തോളം രൂപയാണ് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്. പിന്നീട് ജീവനക്കാർ ഇത് പങ്കിട്ടെടുത്തു. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഭരണങ്ങളും വാഹനവും വാങ്ങുന്നതിനൊക്കെയാണ് പ്രതികൾ ചെലവഴിച്ചത്. ജീവനക്കാരുടെ പങ്ക് തെളിയിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇതുൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ മാസം അവസാനത്തോടെ DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലോടെ ആരാണ് തെറ്റ് ചെയ്തതെന്ന് വ്യക്തമായതായി ജി കൃഷ്ണകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോലീസിന്റെ റിപ്പോർട്ടിൽ 66 ആയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞതുമായിട്ട് 3 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഈ 30 എത്തിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇവർക്ക് അവരുടെ രീതി ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആരുടെ തെറ്റുകുറ്റങ്ങൾ ഇപ്പൊ പറയാൻ പറ്റില്ല. നമുക്കും ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് പഠിക്കണം എങ്ങനെയാണ് ഇവർ 30 എത്തിയത്. സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നതിന് പിന്നാലെ കൃഷ്ണകുമാറും ദിയയും ഉൾപ്പെടെ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്നെന്ന് ജീവനക്കാർ ആരോപിച്ചിരുന്നു. ഈ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പുറത്തുവന്ന തെളിവുകൾ ജീവനക്കാർക്ക് എതിരായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.